നമുക്ക് നിർത്താടാവേ, നിർത്താ. ഒരു കളിയും കൂടെ കളിച്ചിട്ട് പോവാടാ. ഒന്ന് പോടേക്കാ, വീട്ടിൽ പോവാൻ നോക്ക്. ഇടിവെട്ടി മഴ കണ്ണപ്പ വാടാ, വീട്ടിൽ പോവാം. എന്താട്ടായി? എനിക്ക് വൈകിയല്ലോ. വീട്ടിൽ ചെല്ലുമ്പോ അമ്മ തല്ലോ. അയ്യോ എന്റെ മോൻ. എന്റെ മോനെ, എന്റെ മോനെ, എന്ത് പറ്റിയടാ എന്റെ മോനെ, എന്റെ മക്കളെ. ചേച്ചി പേടിക്കണ്ട, കുട്ടിക്ക് അവസരം വന്നാ. തീമെല്ലാം സൂക്ഷിക്കണം കേട്ടോ. ഒറ്റയ്ക്ക് പിള്ളേരെ പുറത്തേക്കൊന്നും വിട്ടേക്കല്ലോ. നമ്മള് കണ്ടത് ഭാഗ്യമായി. ഇത് വേറെ എവിടെ വെച്ചാണെന്നല്ലോ. പേടിക്കണ്ട, അമ്മയുണ്ടോ എന്റെ മോനെ. പോകാം, പേടിക്കണ്ട കേട്ടോ. എന്നാ ചെയ്യാനല്ലേ. എന്താ മതിടാ, മതി മതി. മോന്റെ എനെയും കൂട്ടിനാ കേട്ടോ. അമ്മ പാട്ട് പാട്ട് അമ്മ പാടി തരാം കേട്ടോ. ഓമേന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ പൂവിൽ നിറഞ്ഞ മധുവോ പരി പൂർണേന്ദു തൻ്റെ നിലാവോ പുത്തൻ പവിഴ കൊടിയോ ചേറു തത്തകൾ കൊഞ്ചും മൊഴിയോ. ആ ഹരിക്കുട്ടാ, രഘു എന്തേ? രഘു പൊളിച്ചടക്കുവോ? മാധവത്താ കേറി വാ. എനിക്ക് അതേ കുത്താ. രഘുവേ വന്നടാവേ, ഞാൻ നിന്നെ കാണാൻ വന്നതാ. എന്താണ് പതിവില്ലാതെ ഈ വഴിക്ക്? ആ രഘുവേ, ആ അകത്തെന്തായിരുന്നു പരിപാടി? കുറച്ച് പാത്രം കഴുകാനായിരുന്നു, അതുകൊണ്ട് കഴുകിക്കൊണ്ടിരിക്കായിരുന്നു. അത് പറയാനാണ് ഞാൻ വന്നത്. അമ്മ വരച്ചിട്ട് ഇത്രയും വർഷമായില്ലേ, എത്ര നാളെന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് കഴിയുക? രഘുവിന് ഒരു ജീവിതമൊക്കെ വേണ്ടേ? ചേട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? രഘു, നീ ഒരു കല്യാണം കഴിക്കണം. എടാ മോനെ, ഞാൻ പറയുന്നത് കേൾക്ക്. നീ നമുക്കൊക്കെ ഒരു ജീവിതമുണ്ട്.
ഹരിക്ക് ഇങ്ങനെ ഒരു സുഖമില്ലായ്മ വന്നത് നമ്മുടെ ആരും കുറ്റം കൊണ്ടാണോ? മാത്രമല്ല, ഒരാണ് എന്തൂരം കഷ്ടപ്പെട്ട് കുടുംബാര്യം നോക്കിയാലും സ്ത്രീയോളം വരില്ല അതൊന്നും. പിന്നെ നിന്റെ ഏട്ടൻ ഹരിയുടെ കാര്യം നോക്കാൻ ഒരാളാവുമല്ലോ. നിങ്ങളുടെ അമ്മയുടെ മനസ്സുള്ള നന്മയുള്ളൊരു പെണ്ണ്. അപ്പം എങ്ങനെയാ ആലോചിക്കല്ലേ? മാധവത്താ, ഈ കല്യാണം നമുക്ക് നടത്തണം. ഹരി പറഞ്ഞാൽ പിന്നെ അതിന് മാറ്റമില്ല. അപ്പോൾ നമുക്ക് ഇതങ്ങ് സെറ്റാക്കുമല്ലേ? അരികുത്തിന് നാളെ വന്നു. അപ്പൊ അരികുത്തിന് കല്യാണം. അപ്പൊ അരികുത്ത കല്യാണം കഴിക്കാൻ പോവാത്ത. അരികുത്തിന് കല്യാണം, അരികുത്തിന് കല്യാണം. മീനുട്ടി, നിന്നോട് ഞാനൊരു 100 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഈ നശൂലത്തിന്റെ അടുത്ത് ചെല്ലരുതെന്ന്? പോയും കൂടും പറഞ്ഞു കഴിഞ്ഞ് ജന്മം ചെയ്ത കേക്കത്തില്ല അല്ലേ? രഘുവേട്ടാ, രഘുവേട്ടാ, നിങ്ങൾ ഇത് എവിടെ പോയി കിടക്കുക? നീ അകത്തോട്ട് പോയേ. രഘുവേട്ടാ, ഈ സാധനത്തിന് എന്തെങ്കിലും പറ്റുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് ചെയ്യും. ബാക്കിയുള്ളതിനോട് പണിയുണ്ടാക്കാനായിട്ട്. എന്റെ ദൈവമേ, എന്ന് ഈ നാശത്തിന്റെ തീട്ടമൂത്രം കൊരാൻ എന്റെ വിധി. ഒന്നും മിണ്ടാതിരിക്കണം മറ്റവളാ. ഇതൊക്കെ അറിഞ്ഞു വെച്ചോണ്ടല്ലേ നിന്നെ കൊണ്ട് കെട്ടിയെടുത്തേ. പറ്റൂല്ലെങ്കിൽ ഇറങ്ങി പോടി. ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കാനില്ലാത്ത കുടുംബത്തിലേക്ക് കയറി വന്ന് എന്നെ വേണം ആദ്യം തല്ലാൻ. ഒന്നും രണ്ടും പേരുടെ കാര്യം നോക്കാൻ ഞാൻ പാഞ്ചാലിയൊന്നുമല്ല. കുറച്ച് കാലമായി ഈ തീട്ടം മൂത്രം കോരി മനുഷ്യൻ മടുത്ത്. ഒന്ന് പതുക്കെ പറടി, നാട്ടുകാര് കേൾക്കും. ഇപ്പൊ നാട്ടുകാര് കേൾക്കുന്നതല്ലേ നിങ്ങളുടെ പ്രശ്നം? അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കേ. നിങ്ങളുടെ ഈ ഏട്ടനെയും കൊണ്ട് നമ്മൾ എന്തുമാത്രം കഷ്ടപ്പാട് അനുഭവിക്കുന്നത്. പോരാത്തേനോ നാളെ നമ്മുടെ കുഞ്ഞിനെ ഇത് പകർന്നാലോ? ഇനി പകർന്നില്ല എന്നിരിക്കട്ടെ, നാളെ അവളുടെ ഭാവിയിൽ അവക്കൊരു കല്യാണം വരുമോ? പോരാത്തേനോ വെല്ലിച്ചിന് ഈ മാതിരി ഒരു നിത്യരോഗിയാണെന്നറിഞ്ഞാൽ മാത്രല്ല, എത്ര നാളായി നമ്മൾ തമ്മിൽ സന്തോഷത്തോടെ ഒന്ന് ജീവിച്ചിട്ട്. ഒരു കുഞ്ഞുടിയൊക്കെ വേണമെന്ന് എനിക്കും ആഗ്രഹമില്ലേ?
ഏട്ടന് ഞാൻ പറഞ്ഞത് വിഷമായോ? നീ എന്തേ പറഞ്ഞു വരുന്നത്? ഞാൻ എൻ്റെ ചേട്ടനെ ഉപേക്ഷിക്കണമെന്നാണോ? അതിന് ഏട്ടനെ ഉപേക്ഷിക്കണമെന്നല്ലല്ലോ ഞാൻ പറഞ്ഞേ. കേരളത്തിൽ എന്തോരം ശരണാലയങ്ങളുണ്ട്, അവിടെയൊന്ന് കൊണ്ടുപോ. അവിടെ ആവുമ്പോൾ ഇതുപോലെ വേറെയും കുറേ പേരുണ്ടല്ലോ, നോക്കാനും ആൾക്കാരുണ്ടാവും. നമ്മുടെ മോളുടെ ഭാവിക്ക് വേണ്ടിയില്ലേ ഞാനീ പറയണേ. ചേട്ടായി, ചേട്ടായി, നാളെ നമുക്ക് കുറച്ച് നേരത്തെ എണീക്കണം. ഇവിടെ കുറച്ച് ദൂരെയായി ഒരു അമ്പലമുണ്ട്. നല്ല ശക്തിയുള്ള ദേവിയാന്നാ പറയുന്നത്. ഒന്ന് പോയി പ്രാർത്ഥിച്ച നമ്മുടെ എല്ലാ അസുഖവും മാറും. നമുക്ക് നാളെ ഒന്ന് പോയി പ്രാർത്ഥിച്ചാലോ? എന്തോടി കാണിച്ചത്? ഇതൂടെ കൊണ്ട് കളയി, മനുഷ്യന് സമാധാനം കിട്ടൂലോ. കുഞ്ഞോനെ, അമ്മയാടാ. സുഖമല്ലേ എൻ്റെ മക്കൾക്ക്? അമ്മയുടെ ഈ ഡ്രിങ്ക് പെട്ടി എന്ന് തുറക്കുമെന്ന് എനിക്കറിയില്ല. എൻ്റെ കാലശേഷം നമ്മുടെ ഹരിക്കുട്ടൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ പൊന്നുമോൻ നന്നായി നോക്കുമെന്ന് അമ്മയ്ക്കറിയാം. എങ്കിലും പറയുവാണ്, ചേട്ടായിയെ ഒരിക്കലും ഒറ്റയ്ക്കാക്കരുത്. നീയാണ് അവൻ്റെ ധൈര്യം, നീയാണ് അവൻ്റെ ജീവൻ. നീ ഒരിക്കൽ എന്നോട് ചോദിച്ചില്ലേ, കുഞ്ഞിലെ നിൻ്റെ കിഡ്നി ഓപ്പറേഷത്തിന് വേണ്ടി ആരാണ് കിഡ്നി തന്നതെന്ന്? അത് മറ്റാരുമല്ല മോനെ, നിൻ്റെ ചേട്ടനാ, എൻ്റെ ഹരിക്കുട്ടൻ. അതുകൊണ്ട് എൻ്റെ പൊന്നുമോൻ മരണം വരെ ചേട്ടായിനെ നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ മനസ്സിൽ ഈ അമ്മ ഉള്ളതുപോലെ ഈ ലോകം വിട്ടു പോയാലും ഈ അമ്മയുടെ മനസ്സിൽ എന്നും എൻ്റെ കുഞ്ഞുമക്കളുണ്ടാവും. ചേട്ടാ, ഇവിടെ സുഖമില്ലാത്ത ഒരാൾ പ്രാർത്ഥിച്ചിരിക്കണോ? കണ്ടില്ലല്ലോ. ദൈവമേ,
ചേട്ടാ സുഖമില്ലാത്ത ഒരാളിൽ കൂടെ പോണോ? സുഖമില്ലാത്ത ഒരാളല്ലേ? ആ. മണ്ഡപത്തിന്റെ അവിടെ ഇരിക്കണ്ടായിരുന്നു. ഒന്ന് നോക്കിയേക്കട്ടെ. അദ്ദേഹത്തെ വേഗം വന്നു. അദ്ദേഹത്തെ വേഗം വന്നു. അദ്ദേഹത്തെ വേഗം വന്നു. അദ്ദേഹത്തെ അദ്ദേഹത്തെ വന്നു. ക്ഷമിക്കും ചേട്ടായി. അദ്ദേഹത്ത ഇതിട്ട് പോകുന്ന അദ്ദേഹത്ത എനിക്ക് പേടി അദ്ദേഹത്ത. ചേട്ടായി ഇനി ഒരിക്കലും ചേട്ടായി വിട്ട് ഞാൻ പോകില്ല. വാ, നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. അമ്മയാകാൻ അമ്മയ്ക്ക് മാത്രമേ കഴിയൂ. പക്ഷെ അമ്മയുടെ നന്മയുള്ള മനസ്സാകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും, കഴിയണം.